പരിശ്രമിച്ചു, ഒരുപാട് പരിശ്രമിച്ചു. എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധി പരിശ്രമിച്ചു. പലതും ചെയ്തു നോക്കി, കഷ്ടപ്പെട്ടു. പക്ഷേ എന്നിട്ടും ഒന്നും ജീവിതത്തിൽ മാറുന്നില്ല. പിന്നെയും പിന്നെയും ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്നെ തന്നെ അതിജീവിക്കാനായിട്ട് കഴിയുന്നില്ല. ഞാൻ എൻ്റെ പഴയ ഓൾഡ് ഹാബിറ്റ്സിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളിലേക്ക് പിന്നെയും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൺസിസ്റ്റൻസി എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എത്ര പരിശ്രമിച്ചു, എത്ര പ്രാവശ്യം തീരുമാനമെടുത്തു, പക്ഷേ നടക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞ് നമ്മളോട് തന്നെ വളരെ ഹാർഷായിട്ട്, വളരെ ഹാർഡായിട്ട് പെരുമാറുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ചിന്തിക്കാം. എല്ലാ കഥയും ഇതുപോലെ തന്നെയാണ്. ഒരു നീണ്ട കാലഘട്ടം, കഷ്ടപ്പാടുകൾ, വേദനകൾ, പരിശ്രമങ്ങൾ, നമുക്ക് തോറ്റെടുക്കണം, നിർത്തിപ്പോകണം എന്ന് തോന്നുന്ന ദിവസങ്ങൾ. പക്ഷെ നമ്മളെ മനസ്സിലെപ്പോഴും ഒരു കാര്യം ഓർമ്മയിലുണ്ടാവണം. യു ആർ എ വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മൾ ആരും ദൈവങ്ങളല്ല, നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനല്ല. നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. യു ആർ എ വർക്ക് ഇൻ പ്രോഗ്രസ്. ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം. നമ്മളെ തന്നെ ഒരുപാട് ഹാർഡായിട്ട് ജഡ്ജ് ചെയ്യരുത്. ജസ്റ്റ് ഡു യുവർ ബെസ്റ്റ് ബൈ ടേക്കിംഗ് വൺ ഡേ അറ്റ് എ ടൈം. ഇന്നത്തെ എൻ്റെ ദിവസം എന്തു പറ്റി? ചില കാര്യങ്ങൾ തെറ്റുപറ്റി, ചില കാര്യങ്ങൾ മിസ്റ്റേക്സ് പറ്റി, ചില കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ, കഴിഞ്ഞു പോയി. ഫോർഗീവ്, ഫോർഗെറ്റ്, നൗ ടേക്ക് ദ നെക്സ്റ്റ് ഡേ. ഇത് തന്നെയാണ് നമ്മുടെ ഓരോ ദിവസവും സംഭവിക്കേണ്ടത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്കും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യരിലേക്കും എത്താനായിട്ട് സമയമെടുക്കും. പക്ഷേ ഈ ചെറിയ പരാജയങ്ങൾ, ചെറിയ ചെറിയ വീഴ്ചകൾ നമ്മളെ പിറകോട്ട് വലിക്കാൻ, താഴെ പിടിച്ചിടാനായിട്ട് നമ്മളെ സമ്മതിക്കരുത്. ടേക്ക് ടൈം, ടേക്ക് റെസ്റ്റ്, ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് റൈസ് അപ്പ് എഗെയിൻ. സമയമെടുക്കുക, വിശ്രമിക്കുക, വീണ്ടും പരിശ്രമിക്കുക. സർ ജെയിംസ് ഡെയ്സൺ എന്ന് പറയുന്നൊരു ബ്രിട്ടീഷ് ബിസിനസ്സുകാരനുണ്ട്. 1940കളുടെ അവസാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടുവരുന്ന വാക്വം ക്ലീനറിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ അവയുടെ ഈ വേസ്റ്റ് ശേഖരിക്കുന്ന ഈ ബാഗ് നിറയുമ്പോൾ വാക്വം ചെയ്യുന്നതിൻ്റെ പവർ കുറഞ്ഞു വരും. അതായത് എഫിഷ്യൻ്റായിട്ട് ഈ മെഷീൻ പ്രവർത്തിക്കുന്നില്ല. ജെയിംസ് ഡെയ്സൺ തീരുമാനിച്ചു, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ ഇതൊരു നല്ല ബിസിനസ് ഐഡിയ ആയിരിക്കും. ചരിത്രം പിന്നെ എഴുതി വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ കഥയാണ്. 5126 ഫെയിൽഡ് പ്രോട്ടോടൈപ്സ്. അദ്ദേഹം പരാജയപ്പെട്ടു പോയ മോഡലുകളുടെ എണ്ണമാണ്. ഏകദേശം 5 വർഷത്തോളം എടുത്തു. പക്ഷേ അദ്ദേഹം അതിനൊരു ഉത്തരം കണ്ടെത്തുക തന്നെ ചെയ്തു. ഇന്ന് 2023 സൺഡേ ടൈംസ് പ്രകാരം ബ്രിട്ടനിലെ 5ാമത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. നമ്മൾ പലപ്പോഴും വീണു പോകുന്നൊരു തെറ്റുണ്ട്, ചെറിയ കണ്ണിലൂടെ കാണുക എന്നത്. ചെറിയ ദിവസങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകൾ വെച്ചിട്ട് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുക എന്നത്. വി ജഡ്ജ് അവർ സെൽഫ് ക്യുക്ക് ആൻഡ് വി ഗീവ് അപ്പ് ക്യുക്ക്. നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നതിനും നമ്മളെ തന്നെ ചെറുതായി കാണുന്നതിനും വളരെ മിടുക്കന്മാരാണ്. നമ്മൾ തോറ്റു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ 1-2 കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ പോകാതെ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് മിസ്സാവുന്നൊരു കാര്യമുണ്ട്, ബിലീവ്. നമ്മളെ തന്നെ സംശയിക്കാനായിട്ട് തുടങ്ങും, നമ്മുടെ കഴിവിൽ സംശയിക്കാനായിട്ട് തുടങ്ങും. വി സ്റ്റാർട്ട് ടു ഗിവ് അപ്പ് ഇൻസൈഡ്. ഈ ഉള്ളിൽ പരാജയം നമ്മൾ സമ്മതിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തെങ്ങനെ വിജയിക്കും? നമ്മുടെ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പേപ്പർ എടുക്കുക, ഒരു സൈഡിൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക. ഏറ്റവും ചെറിയ നേട്ടം മുതൽ ഏറ്റവും ചെറിയ കാര്യം മുതൽ എഴുതുക. ഇനി ആ പേപ്പറിൻ്റെ മറുവശത്ത് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ എഴുതുക. ഇങ്ങനെ ജീവിതത്തിൽ വീണ്ടും ആ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലേക്ക്, ആ ഒരു കോർ ചിന്തയിലേക്ക്, ആ ഒരു ബിലീഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ജെന്യുവിനായിട്ടാണ്, ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് യു ടു ദ റൈറ്റ് പ്ലേസ്. സോ ബി കൈൻഡ് യുവർ സെൽഫ്. Take one day at a time. Stay strong, stay inspired.